ഹേയ് മനുഷ്യ, ഒന്നിങ്ങോട്ട് നോക്കൂ. ഈ വീഡിയോ ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടതാണ്. എന്നിട്ട് നിങ്ങളിത് കാണാതെ പോവുകയാണ്. ഒന്ന് കണ്ട് അഭിപ്രായം പറയൂ സുഹൃത്തേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്താണ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ഒരു കണ്ടൻറ്റിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നവരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർ കുറച്ചു കാലം ബാബുസ്വാമിയുടെ പറയുകയായിരുന്നു. ബാബുസ്വാമി എൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടൻറ്റ് കുറേ പേർ കടിച്ച് തിന്ന് നാമാവശേഷമാക്കി. അതിനുശേഷം വന്നവർക്ക് ഈ ബസ്സിലെ വിഷയം കിട്ടിയത്. ഒരു സ്ത്രീ രാവിലെ ബസ്സിൽ കയറി, മൊബൈൽ ഫോൺ എടുത്ത് ബസ്സിൽ കയറി, ഒരു യാത്രക്കാരൻ്റെ ദേഹത്ത് നെഞ്ഞുകൊണ്ടുപോയി മുട്ടി. യാത്രക്കാരൻ കൈകൊണ്ട് കുത്തി എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച്. ഇത് കണ്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ആ വിഷയം എടുത്തിട്ടിളക്കി. ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് പുരുഷനെ അധിക്ഷേപിച്ചും കണ്ടൻറ്റുകൾ ഇറക്കി അവർ റീച്ച് ഉണ്ടാക്കി, കാശുണ്ടാക്കി. അതിനുശേഷം അപമാനവാരത്തിൽ പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം അവർ ആ സ്ത്രീക്കെതിരെ തിരിയുന്നു. സ്ത്രീ മോശക്കാരിയാണെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ഇപ്പോൾ കടഞ്ഞ് കോടിച്ചിട്ട് ചെന്നാക കിരിയെ കിട്ടിയ പോലെ അതിനെക്കുറിച്ച് ഒരു കണ്ടൻറ് ഉണ്ടാക്കി റീച്ചിടുകയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം. ആ സ്ത്രീക്ക് വല്ലതും സംഭവിച്ചാൽ അവർ പാവെന്ന് പറയും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ഒരു വിഷയം കിട്ടാൻ വേണ്ടി അവർ അലയുന്നതാണ്. ഇറിയെ തേടിയിരിക്കുന്ന ചെന്നായ്ക്കളെ പതിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അവർക്ക് വിഷയം കിട്ടുന്നു. അവർ അതിനെ കടിച്ച് കുടഞ്ഞ് നാമാവശേഷമാക്കുന്നു, കണ്ടൻറ് ഉണ്ടാക്കുന്നു, റീച്ച് ഉണ്ടാക്കുന്നു, ക്യാഷ് ഉണ്ടാക്കുന്നു. നമ്മളൊന്നും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒന്നുമല്ല. നമ്മൾ അത്രയൊരു സെലിബ്രിറ്റി ഒന്നുമല്ല. റീച്ചിന് വേണ്ടിയിട്ടൊന്നും കണ്ടൻറ് ഉണ്ടാക്കുന്നവരല്ല. നമുക്ക് ഇതൊന്നും ക്യാഷും കിട്ടുന്നില്ല, റീച്ചും കിട്ടുന്നില്ല. ചുരുക്കം ചില ആളുകളെ കാണുന്നുണ്ട്. എന്നാലും മനസ്സിൽ തോന്നിയൊരു അഭിപ്രായം പറയാമെന്ന്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ളൊരു വാൾ പോലെയാണ്. നമ്മൾ ഒരാൾക്ക് നേരെ ആയുധം ഉപയോഗിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞ് അതിൻ്റെ മറ്റേ തല നമ്മളെ തലക്കന്നെ ഉള്ളു. അതാണിപ്പോൾ കണ്ടത്. ഒരു വ്യക്തിയെ അപമാനിച്ച് കണ്ടൻറ് ഉണ്ടാക്കിയ ആ വ്യക്തിക്ക് തന്നെ അത് തിരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തി തന്നെ അപമാനിതയായിരിക്കുകയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ദുഃഖിക്കേണ്ടി വരും സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും. സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലത്, എനിക്കും.